അടുത്തത് ഗോട്ട്, ആട്. മേക്കെ, മേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്. ഒന്നുകൂടെ എഴുതാം. മേക്കെ, മേക്കെ. അപ്പൊ മേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്. കന്നഡയിൽ മേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആട്. ആടിനെ കന്നഡയിൽ എന്താ പറയാ? മേക്കെ. മേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്. മേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്. ഗോട്ട്. അടുത്തത് ഡോങ്കി, കഴുത. കഴുത, കഴുത എന്നുള്ളതിന് എങ്ങനെയാണ് കന്നഡയിൽ പറയുക? കത്തെ, കത്തേ. കത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത. ഒന്നുകൂടെ എഴുതാം. തെ. താഴെഴുതി 2 താ ആക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ഇങ്ങനെ ഒരു ചിഹ്നം. അപ്പൊ കാന്ന് എഴുതി താഴെഴുതി തേ എന്നാക്കി അടിയിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള താ ചിഹ്നവും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ കത്തേ. കത്തേ എന്ന് കന്നഡയിൽ പറഞ്ഞാൽ കഴുത. കഴുതയെ കന്നഡയിൽ എന്താണ് പറയാ? കത്തേ. ഡോങ്കി എന്നുള്ളതിന് കന്നഡയിൽ എന്താണ് പറയാ? കത്തേ. കത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോങ്കി. അടുത്തത് ഷീപ്പ്, ചെമ്മരിയാട്. ചെമ്മരിയാടിനെ എന്താണ് കന്നഡയിൽ പറയുക? ചെമ്മരിയാടിനെ കുരി. കുരി. കുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാട്. ചെമ്മരിയാടിനെ എന്താണ് കന്നഡയിൽ പറയാ? കുരി. ഒന്നുകൂടെ എഴുതാം. കാന്നിട്ടു കൂവാക്കി രാഴുതി വള്ളി രി. കുരി. കുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാട്. ചെമ്മരിയാടിന് എന്താണ് കന്നഡയിൽ പറയാ? കുരി. ഷീപ്പിന് എന്താണ് കന്നഡയിൽ പറയാ? കുരി. കുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെമ്മരിയാട്, ഷീപ്പ്.